രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിരുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026. വ്യവസായം തുടങ്ങുന്നതിന് കാർത്തിക നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷം വളരെ ഗുണകരമായിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന് വളരെ ഗുണകരമായ വർഷമാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വാസ്തവത്തിൽ ഈ വിഷുവർഷക്കാലത്തിലുണ്ട്. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ വിഷുവർഷ ഫലമാണ് നമ്മൾ പറഞ്ഞത്. ഈ അധ്യായത്തിൽ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള 27 നക്ഷത്രങ്ങളിൽ 3-ാം സ്ഥാനം അലങ്കരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷുവർഷക്കാല ഫലമാണ് പറയുവാനായിട്ട് പോകുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് കാർത്തികയെ സംബന്ധിച്ച് 2026 വിഷുവർഷം എന്ന് പറയുന്നത്. പൊതുവായിട്ട് ഉള്ള കാർത്തിക നക്ഷത്ര ജാതരുടെ ഫലം, ഒന്ന്, അസുഖങ്ങൾ, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിരുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. അതുപോലെ കലാരംഗത്തുള്ളവർക്ക് പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിന് അവർ കൂടി സ്വയം ഒന്ന് പരിശ്രമിക്കണമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള കലാകാരന്മാർക്കൊക്കെ അവസരങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകും. പക്ഷേ ഇവർ അവസരങ്ങൾ തേടി പോകാറില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അവരിലേക്ക് വരും, അവസരങ്ങൾ വരും. പക്ഷേ എന്നാലും നമ്മളൊരു അന്വേഷണം അതിനോടൊപ്പം വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ ക്ഷിപ്രകോപം അതൊന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ വളരെ ഗുണകരമായിരിക്കും 2026 എന്ന് പറയുന്നത്, 26 വിഷുവർഷം എന്ന് പറയുന്നത്. മൂന്നാമത്, വിവാഹിതരായിട്ടുള്ളവരുടെ ജീവിതങ്ങളിൽ, അതായത് ഈ ഇടക്കാലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവാഹിതരായവർക്കിടയിൽ ഈ വിഷുവർഷത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെൻറ്റിൻ്റെ സാഹചര്യങ്ങളാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കും. അതുപോലെ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ ഈ കുടുംബജീവിതം, അതായത് ഏറെ നാളുകളായിട്ട് പിരിഞ്ഞു നിന്നവരിലൊക്കെ ചെറിയ ഒരു മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അല്പമൊക്കെ ഒരു സമാധാനമൊക്കെ കടന്നു വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ 2026 വിഷുവർഷം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളിൽ വിദേശത്ത് പഠനം നടത്തുന്നവരായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ സ്വരാജ്യത്ത് പഠനം നടത്തുന്നവരായിരുന്നാലും അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ വിഷുവർഷക്കാലത്ത് വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കുടുംബപരമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്ന ആ ചെറിയ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറി കുറച്ചൊക്കെ ഒരു മനസമാനം വരുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവരിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വാസ്തവത്തിൽ ഈ വിഷുവർഷക്കാലത്തിലുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് നെഗറ്റീവ്സ് മൂലമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഇടപെടൽ മൂലമോ നിങ്ങളുടെ തൊഴിൽ ഉന്നതിക്ക്, അതിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നാലും ഇനി ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ലഭിച്ചിരിക്കുന്നവരായിരുന്നാലും ശരി, അതിനൊരു തടസ്സം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ നിങ്ങളോടൊപ്പം ഉള്ളവരാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പാരകൾ നിങ്ങളുടെ ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാൻ വളരെയധികം സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായി കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവരെ സംബന്ധിച്ച്, കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന് വളരെ ഗുണകരമായ വർഷമാണ് 2026 വിഷുവർഷം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അത്ര ഗുണകരം ആയിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയം ഇനി കടന്നു വരുന്നത്, വിവാഹത്തിന് കടന്നു വരുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങളും അതുപോലെ തന്നെ 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളുമായിരിക്കും ഈ വിഷുവർഷക്കാലത്ത് വിവാഹത്തിന് ഏറ്റവും ഗുണകരമായ സമയം എന്ന് പറയുന്നത്. പ്രണയം സംബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഒരുപാട് തരത്തിലുള്ള ചതികൾ നിങ്ങൾക്ക് പ്രണയത്തിലൂടെ ഈ വിഷു വർഷക്കാലത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പലരിൽ നിന്നും പലതരത്തിലുള്ള ദുഃഖാനുഭവങ്ങൾ നിങ്ങൾക്ക് കടന്നു വരാൻ വളരെയധികം
ഈ വിഷുവർഷക്കാലത്തിൽ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നിരിക്കണം. അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുക. ആര് എവിടെ എപ്പോൾ എങ്ങനെ നമുക്ക് തുണയാകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വെറുപ്പ് എന്നുള്ളത് ആരോടും കാത്തു സൂക്ഷിക്കാതെ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള മാർഗ്ഗങ്ങൾ കാർത്തിക നക്ഷത്ര ജാതർ ഈ വിഷുവർഷക്കാലത്തിൽ തീർച്ചയായും നോക്കേണ്ടതാണ്. വ്യാവസായികപരമായിട്ട് വ്യവസായം തുടങ്ങുന്നതിന് കാർത്തിക നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷം വളരെ ഗുണകരമായിട്ടുള്ള, പ്രത്യേകിച്ചും ഈ മെയ് ജൂൺ മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിസിനസ്സുകൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഐശ്വര്യവും പുരോഗതിയും നിങ്ങൾക്ക് അതിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും. ഭൂമിലാഭവും ഗൃഹലാഭവും ഒക്കെ കാർത്തിക നക്ഷത്ര ജാതർക്ക്, വാഹനം ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാഹനം സമ്മാനിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ വിഷുവർഷക്കാലത്തിൽ. എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ടൊക്കെ നിങ്ങൾക്ക് വാഹനങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലയളവായിരിക്കും ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ആരോഗ്യപരമായി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ തന്നെ ഈ വിഷുവർഷക്കാലത്തിൽ പൂർണ്ണമായി മാറിക്കിട്ടും. ഈശ്വരാധീനം നിങ്ങൾക്ക് മുൻപത്തേക്കാൾ കൂടുതൽ നന്നായിട്ട് ഉണ്ടാകുന്നൊരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. പക്ഷേ ആ ഈശ്വരാധീനത്തിനൊരു മറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വർഷം വളരെ ശ്രദ്ധിച്ച്, എല്ലാം നിങ്ങൾക്ക് കിട്ടേണ്ട വർഷമാണ്. പക്ഷേ നിങ്ങളറിയാതെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ്, ചിലപ്പോൾ അത് വ്യക്തികളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഔട്ടർ ഫോഴ്സസ് ആകാം, എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ കൊണ്ട്, കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. ദോഷപരിഹാരാർത്ഥം ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവർ വളരെ കൃത്യമായി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. ഏറ്റവും പ്രധാനം, ഗണപതിക്ക് 7 നാളികേരം എല്ലാ മാസവും ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസം ഗണപതി ഭഗവാന് 7 നാളികേരം ഉടച്ച് നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുക. ആ 7 നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടണം എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അല്ല വെറുതെ നമ്മൾ ഇപ്പോൾ ഗണപതിക്ക് ഒരു 7 തേങ്ങ അടിക്കാൻ പറഞ്ഞു പോകുന്നു, തേങ്ങ അടിച്ചിട്ട് വരുന്നു എന്നുള്ളത് പോലെ ആകരുത്. നിങ്ങൾ പോയി പ്രാർത്ഥിച്ച് കുറച്ച് നേരം നിന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ആ തേങ്ങ ഉടച്ച് ദോഷങ്ങൾ അകറ്റണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ തേങ്ങ അടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് 12, 21, 27 ഇതിലേതെങ്കിലും ഒരു 3 സംഖ്യയുടെ കണക്കിനോ ഏത്തമിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ ഭദ്രകാളി അമ്മയ്ക്ക് ഗുരുസി പൂജയോ, അല്ലെങ്കിൽ നമ്മൾ വടക്കോട്ടൊക്കെ ഗുരുതി പൂജ എന്ന് പറയും, ഗുരുസിയും അല്ലെങ്കിൽ ഗുരുതി പൂജയോ ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമായിരിക്കും. നിരവധി ശത്രുക്കൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുരുതി പൂജ, ഭദ്രകാളി പ്രീതി വളരെയധികം പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ശ്രീമുരുകൻ, സുബ്രഹ്മണ്യൻ, കാർത്തിക നക്ഷത്രവുമായി വളരെയധികം അടുത്ത് ബന്ധമുള്ള ഒരു ദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ആ സുബ്രഹ്മണ്യനെ നന്നായി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് പനിനീരഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നതും, നിങ്ങളുടെ ഈ ചൂണ്ടുവിരലിൻ്റെ അളവിൽ കണക്കാക്കിയിട്ട് ഒരു ചെറിയ വേല് വാങ്ങി ഭഗവാന് ചൊവ്വാഴ്ച ദിവസമോ ഷഷ്ടി ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കനാളിലോ ഭഗവാന് സമർപ്പിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചാൽ 6 തവണ വലം വെച്ച് ഭഗവാന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയോ സ്ത്രീകളാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഈ വിഷുവർഷക്കാലത്തിൽ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുവാൻ വളരെയധികം ഗുണകരമായിരിക്കും. അതുപോലെ ദേവിക്ക്, അത് ഭദ്രകാളി ദേവിയും അല്ലെങ്കിൽ സാധാരണ ശാന്തസ്വരൂപിണികളായിരുന്ന ദേവിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏത് ദേവീക്ഷേത്രമാണോ അവിടെ വേണം ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യുവാനായിട്ട്. അവിടെ ദേവിക്ക് കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോ, ഇതിൽ രണ്ടിലേതെങ്കിലും, കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ രണ്ടും ചെയ്താൽ അത്രയും നല്ലത്. ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ, വൈകുന്നേരങ്ങളിലല്ല, രാവിലെ തന്നെ ചെയ്യുക. ഇനി രാവിലെ നിങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ രാവിലെ നിങ്ങൾ പോയി കുങ്കുമാർച്ചന നടത്തി വൈകിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ രക്തപുഷ്പാഞ്ജലിയാണ് നടത്തിയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ കുങ്കുമാർച്ചന കൂടി നടത്തി പ്രാർത്ഥിക്കുക. സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കടന്നു വരേണ്ട ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം എന്ന് പറയുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ പിന്തുടരുന്ന എന്തൊക്കെയോ ചില നെഗറ്റീവ്സ് ഉണ്ട്. അതിനെ നിങ്ങൾ കണ്ടെത്തി സ്വയം പരിഹരിച്ച് മുമ്പോട്ട് പോവുക. അതിനുള്ള ഈശ്വരാധീനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ വിഷുവർഷം മനോഹരമായ
ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലൊരു വിഷുക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.